നമസ്കാരം. എ ഫോർ എഡ്യൂക്കേഷൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശ്രീകുട്ടി. ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് പൂന്താനത്തെ പറ്റിയിട്ടാണ്. നമുക്കറിയാം, ഭക്തി സാഹിത്യത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പൂന്താനം. നമ്മളെപ്പോഴും ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ചെറുശ്ശേരി എഴുത്തച്ഛൻ, പൂന്താനം, കുഞ്ചൻ നമ്പ്യാർ. ഇവരെയൊക്കെ ഭക്തി സാഹിത്യത്തിൻ്റെ ഒരു എന്താ പറയുക, ഉപജ്ഞാതാക്കൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അമരക്കാർ എന്നെല്ലാം പറയുന്ന കാറ്റഗറിയിൽ പെടുന്നവരാണ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ പൂന്താനത്തെ പറ്റിയിട്ടാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. പ്രധാനമായും ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ആരായിരുന്നു പൂന്താനം, പൂന്താനത്തിൻ്റെ ഭക്തി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എങ്ങനെയാണ്, അക്കാലത്തെ പശ്ചാത്തലം എന്തായിരുന്നു, അതായത് ഈ ഭക്തി സാഹിത്യം ഇവിടെ വരേണ്ടിയിരുന്ന ഒരു പശ്ചാത്തലം എന്തായിരുന്നു, അതുപോലെ തന്നെ പൂന്താനത്തിൻ്റെ കൃതികൾ എന്തെന്തൊക്കെ മാറ്റങ്ങളാണ് സമൂഹത്തിൽ ചെലുത്തിയിട്ടുണ്ടായിരുന്നത്, അദ്ദേഹത്തിൻ്റെ കൃതികൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ചെലുത്തിയിട്ടുണ്ടായിരുന്നത്, അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പ്രധാനപ്പെട്ട സവിശേഷതകളും അതിൻ്റെ ഒരു സ്ട്രക്ചറും ഭാഷാപരമായിട്ടുള്ളതും ശൈലീപരമായിട്ടുള്ള പ്രത്യേകതകളൊക്കെ ചർച്ച ചെയ്യുന്ന ക്ലാസ്സാണിത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നോക്കാം, ആരാണ് പൂന്താനം എന്നുള്ളതൊന്നും നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം നമ്മൾ കുഞ്ഞു ക്ലാസ് മുതൽക്ക് തന്നെ പഠിക്കുന്നതാണ് പൂന്താനം എന്ന വ്യക്തിയെ പറ്റിയിട്ട്. പൂന്താനം എന്നുള്ള വ്യക്തിയെ പറ്റിയിട്ടുള്ള വസ്തുതാപരമായ കാര്യങ്ങളെക്കാളേറെ ഐതിഹ്യങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇപ്പോൾ മേൽപ്പത്തൂരിൻ്റെ സമകാലീനനായിരുന്നു, മേൽപ്പത്തൂരിൻ്റെ എന്താ പറയുക സംസ്കൃത ജ്ഞാനം, അതുപോലെ തന്നെ പൂന്താനത്തിൻ്റെ ഭക്തി, ഇവ തമ്മിൽ കിടപിടിക്കുന്നതും മേൽപ്പത്തൂര് തോറ്റ് പോകുന്നതും ഒക്കെ ആയിട്ടുള്ള ഐതിഹ്യങ്ങൾ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഐതിഹ്യങ്ങളെക്കാളേറെ വസ്തുതാപരമായ കാര്യങ്ങളിലേക്കാണ് നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ പൂന്താനം എന്നുള്ള പേര് യഥാർത്ഥ പേരാണോ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള, അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ചെറുശ്ശേരി എന്നുള്ളത് ഗ്രന്ഥനാമമാണോ എന്നൊക്കെയുള്ള വാദപ്രതിവാദങ്ങൾ, അതുപോലെ തന്നെ എഴുത്തച്ഛൻ്റെ നാമത്തെ പറ്റിയിട്ടുള്ള സന്ദേഹങ്ങൾ, കുഞ്ചൻ നമ്പ്യാരുടെ പേരിനെ പറ്റിയിട്ടുള്ള സന്ദേഹങ്ങളെല്ലാം ഉള്ള പോലെ തന്നെ പൂന്താനം എന്നുള്ളത് ഇല്ലപ്പേരാണെന്നും അല്ല അത് ഓമന പേരാണെന്നും ഒക്കെയുള്ള വാദങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പരക്കെ അറിയപ്പെടുന്നത് എന്താണ്, പൂന്താനം നമ്പൂതിരി എന്ന് മാത്രമാണ് നമ്മൾ അറിയപ്പെടുന്നത്. അതിൻ്റെ പിന്നാലെ പൂന്താനം നാരായണൻ നമ്പൂതിരിയാണോ വാസുദേവൻ നമ്പൂതിരിയാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്തില്ല, നമുക്ക് അജ്ഞാതമായിട്ടുള്ള കാര്യമാണ്. ജീവിതകാലമാണെങ്കിലും പേരാണെങ്കിലും ഒക്കെ ആരോപിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറയുന്ന പൂന്താനത്തിനെ പറ്റിയിട്ട് നമുക്കറിയുന്ന എന്താ, 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവിയാണ് പൂന്താനം. അപ്പോൾ നമുക്ക് അറിയാവുന്ന ആ വസ്തുതകളെ വെച്ച് നമ്മൾ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ പൂന്താനത്തിൻ്റെ കാലത്തെ പറ്റിയിട്ടോ പേരിനെ പറ്റിയിട്ടോ അതുപോലെ തന്നെ ഇല്ലത്തെ പറ്റിയിട്ടൊന്നും വലിയ ധാരണയില്ല. പക്ഷെ നിന്മേനി അംശത്തിലുള്ള ഇല്ലമാണ് എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കൊരു ഏകദേശ ധാരണയെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പൂന്താനത്തെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവിയാണ്. ഭക്തി സാഹിത്യത്തിൽ വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു കവിയാണ് ഈ പറയുന്ന പൂന്താനം. എന്താണ് ഭക്തി സാഹിത്യം, എന്തായിരുന്നു അതിൻ്റെ ഒരു ആവശ്യകത എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ നല്ല രീതിക്ക് മനസ്സിലാക്കണം. നിങ്ങൾക്കറിയാം, ഭക്തി സാഹിത്യം, ഭക്തി പ്രസ്ഥാനം എന്നെല്ലാം പറയുന്നത് ആദ്യമായിട്ട് കേരളത്തിലുണ്ടായ ഒരു സംഭവമല്ല, മറിച്ച് അത് ഭാരതത്തിൽ ഏകദേശം ഒരു 11-ാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ ഈ പറയുന്ന ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഈ ഭക്തി പ്രസ്ഥാനം ഉണ്ടായിരുന്നു. അതായത് ആൾക്കാരെല്ലാം ഒരു നല്ല രീതിയിലേക്ക്, നല്ല ഒരു ജീവിതത്തിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ ഭക്തിയാണ് ഏക മാർഗം എന്ന രീതിയിൽ ഭക്തിയിൽ വിലയം പ്രാപിക്കുന്ന ഒരു ജനതയെ സൃഷ്ടിച്ചെടുക്കലായിരുന്നു ഭക്തി സാഹിത്യം കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം പഠിക്കുന്ന സമയത്ത്, നമ്മൾ കവിതയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ കാവ്യമാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ പ്രാചീന കവിത നമ്മൾ പഠിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ചരിത്രം അതിനൊരു പ്രധാന ഘടകമായിട്ട് വരും. നമ്മൾ കേരള സംസ്കാരത്തിൽ ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന ആര്യാധിനിവേശവുമായി ബന്ധപ്പെടുത്തിയെല്ലാം ഭക്തി പ്രസ്ഥാനത്തെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള സ്ലൈഡുകളൊക്കെ നമ്മൾ വരും. അപ്പോൾ അതിലേക്ക് അന്നേരം നമുക്ക് കടക്കാം. ഇപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഞാൻ വായിച്ചു തരാം. മലയാള സാഹിത്യത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന് സ്ഥിരപ്രതിഷ്ഠ നേടിക്കൊടുത്തതിൽ എഴുത്തച്ഛനെ പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തിത്വമാണ് പൂന്താനം നമ്പൂതിരി. അപ്പോൾ നമ്മളെപ്പോഴും പറയപ്പെടുന്നത്, നമ്മൾ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ്, ആദ്യം ചെറുശ്ശേരി, പിന്നെ എഴുത്തച്ഛൻ, പിന്നെ പൂന്താനം കഴിഞ്ഞ ശേഷം കുഞ്ചൻ നമ്പ്യാർ, ഇങ്ങനെയാണ് പഠിക്കുന്നത്. പക്ഷേ
ചെറുശ്ശേരിയിൽ എത്രമാത്രം ഭക്തിയുടെ അംശം ഉണ്ടായിരുന്നു എന്നുള്ളത് സംശയമാണ്. കാരണം ഒരു ഭക്തി പ്രസ്ഥാനത്തെ പ്രതിഷ്ഠിക്കാൻ അല്ലെങ്കിൽ ഒരു ഭക്തി പ്രസ്ഥാനത്തെ സ്ഥാപിക്കാൻ വേണ്ടി ആയിരുന്നില്ല ചെറുശ്ശേരി എഴുതിയിട്ടുണ്ടായിരുന്നത്. ചെറുശ്ശേരി അദ്ദേഹത്തിൻ്റെ രാജാവായിട്ടുള്ള ഉദയവർമ്മ, അതായത് കോലത്തിരി രാജാവായിട്ടുള്ള ഉദയവർമ്മനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയും അതുപോലുള്ള സവർണരായിട്ടുള്ള ആൾക്കാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ലളിത മലയാളത്തിൽ ഒരു മഹാകാവ്യം എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന ദൈവമാകട്ടെ അത് ദൈവമായിട്ടല്ല, പകരം എന്താണ്, ലീലകളാടുന്ന കണ്ണനെ ആയിരുന്നു ചെറുശ്ശേരി പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നത്. എഴുത്തച്ഛനിലേക്ക് വരുമ്പോഴേക്ക് എന്താ ചെയ്യുന്നത്, കുറച്ചുകൂടെ ഈശ്വരനായിട്ടുള്ള ഒരു രാമനെ പ്രതിഷ്ഠിക്കുക, ഈശ്വരനായിട്ടുള്ള ദാർശനികനായിട്ടുള്ള തത്വജ്ഞാനത്തിൽ അധിഷ്ഠിതമായ രീതിയിലായിരുന്നു എഴുത്തച്ഛൻ പുരാണ കൃതികളെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എഴുത്തച്ഛൻ്റെയിലും ഭക്തിയാണോ തത്വജ്ഞാനോ ആണോ കൂടുതലായിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തിയും തത്വജ്ഞാനവും ഒരു ത്രാസിലിട്ട് തൂങ്ങിക്കഴിഞ്ഞാൽ രണ്ടും സമം തൂങ്ങും. കാരണം ഭക്തിയെ പോലെ തന്നെ അതിലെന്തുണ്ട്, തത്വജ്ഞാനവും നിർലീനവുമാണ്. പക്ഷേ പൂന്താനത്തിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, എഴുത്തച്ഛൻ തുടങ്ങി വെച്ച ഈ ഭക്തി പ്രസ്ഥാനത്തിന് കുറച്ചുകൂടെ വിശാലമായിട്ടുള്ള മാനം വരുന്നതും കുറെ കൂടി ജനകീയമാകുന്നതും കുറെ കൂടി ജനങ്ങളോട് അടുത്ത് നിൽക്കുന്നതുമായിട്ടുള്ള കൃതികളാണ് ആരെഴുതിയിട്ടുള്ളത്, പൂന്താനം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സംശയം വരും, എഴുത്തച്ഛന് താഴെയാണോ പൂന്താനത്തിൻ്റെ സ്ഥാനം, എഴുത്തച്ഛന് മുകളിലാണോ പൂന്താനത്തിൻ്റെ സ്ഥാനം? രണ്ടുമല്ല, എഴുത്തച്ഛനും പൂന്താനവും ഭക്തി പ്രസ്ഥാനത്തിൽ സമന്മാരായിട്ടുള്ള ആൾക്കാരാണ്. കാരണം ഇവർ രണ്ടുപേരും പറയാൻ ഉദ്ദേശിച്ച കാര്യം ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഭക്തി പ്രസ്ഥാനത്തിന് സ്ഥിരപ്രതിഷ്ഠ നേടിക്കൊടുത്തതിൽ എഴുത്തച്ഛനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് പൂന്താനം നമ്പൂതിരി. കവിയെയും കാലത്തെയും പറ്റി ധാരാളം വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞുല്ലോ, പൂന്താനം എന്നുള്ളത് ഇല്ലപ്പേരാണ്, അല്ല ഓമനപ്പേരാണ്, അല്ല അത് കൽപ്പിച്ചു കൊടുത്ത പേരാണ്, അതുപോലെ തന്നെ എന്താണ് സ്ഥാനപ്പേരാണെന്നൊക്കെ പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയുന്നത് എന്താ, നമുക്ക് പൂന്താനം എന്ന് മാത്രമേ അറിയുള്ളൂ. അത് അപ്രകാരം തന്നെ പഠിക്കുക. കാലത്തെ പറ്റിയിട്ടും ധാരാളം വാദപ്രതിവാദങ്ങളുണ്ട്. 17-ാം നൂറ്റാണ്ടിൻ്റെ പൂർവാർദ്ധത്തിലാണ്, അല്ല 17-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിലാണ്, 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാണ്, ഇങ്ങനെ പലരും എന്ത് ചെയ്യുന്നുണ്ട്, അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾക്കിപ്പോൾ പഠിക്കുന്നതിൽ വെച്ച് നോക്കുന്ന സമയത്ത് കുറേയേറെ അടുത്ത് നിൽക്കുന്ന എന്താ, 1547-നും 1640-നും ഇടയ്ക്ക് ഏകദേശം 17-ാം നൂറ്റാണ്ടിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നതായിട്ട് കരുതപ്പെടുന്നത്. ഇന്നത്തെ പെരിന്തൽമണ്ണയ്ക്കടുത്ത് കീഴാറ്റൂർ എന്ന സ്ഥലത്താണ് പണ്ട് വള്ളുവനാട് നെന്മേനി അംശത്തിൽ പൂന്താനം ഇല്ലം സ്ഥിതി ചെയ്തിരുന്നത്. അതിപ്പോഴും അത് സ്മാരകമായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. പൂന്താനത്തിൻ്റെതായിട്ടുള്ള ഒരു സ്മാരകമായിട്ട് തന്നെ ഉള്ള ഒരു സ്ഥലം കൂടെയാണത്. അപ്പോൾ ഇങ്ങനെയുള്ള പൂന്താനം ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചതെന്നുള്ളത് പറഞ്ഞില്ല. ഏകദേശം ഒരു 17-ാം നൂറ്റാണ്ട് എന്നൊക്കെ പറയുന്നൊരു കാലഘട്ടമാണ്. 17-ാം നൂറ്റാണ്ടിനെ പറ്റി പറയുന്ന സമയത്ത് പലതരത്തിലുള്ള അധീശ ശക്തികൾ കേരളത്തിൽ അവരുടേതായിട്ടുള്ള ഒരു മേൽക്കോയ്മ കാണിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിപ്പോൾ അധീശ ശക്തികൾ എന്ന് പറയുന്ന സമയത്ത് വൈദേശിക ആധിപത്യം മാത്രമല്ല ഉള്ളത്. ഇവിടെയുള്ള രാജാക്കന്മാരെക്കാളേറെ പവർഫുള്ളായിട്ടുള്ള നാടുവാഴികൾ, ചെറുകിട വാഴികൾ എന്ത് ചെയ്യുന്നു, അവരുടേതായിട്ടുള്ള സ്വന്തം ഇംഗിതങ്ങൾ നടപ്പാക്കുന്ന ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഡച്ചുകാരും പോർച്ചുഗീസുകാർ പോയി ഡച്ചുകാരൊക്കെ വരുന്ന ഒരു സമയവും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മതപരിവർത്തനം വളരെ കലുഷിതമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ അതിനിടയിൽ മതപരിവർത്തനം കൂടെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പൂന്താനം ജീവിച്ചിരുന്നത്. അതായത് എവിടെ നോക്കിയാലും കൊള്ളയും കൊലയും അതുപോലെ തന്നെ ദ്രോഹങ്ങളും മാത്രം നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഈ 17-ാം നൂറ്റാണ്ട്. ശാന്തസമത്വ സുന്ദരമായിട്ടുള്ള കാലമൊന്നും ആയിരുന്നില്ല ഈ പറയുന്ന 17-ാം നൂറ്റാണ്ട്. ശ്രദ്ധിക്കുക, 17-ാം നൂറ്റാണ്ടിൽ അധീശ ശക്തികളുടെ ഇടപെടലുകളാൽ കലുഷിതമായിരുന്ന ഒരു കേരളീയ അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത്. ആരാണ് ഈ ഒരു അധീശ ശക്തികൾ എന്ന് പറഞ്ഞാൽ? വൈദേശികരായിട്ടുള്ള ആൾക്കാരുണ്ട്, അതോടൊപ്പം നാടുവാഴികളായിട്ടുള്ള ആൾക്കാരുണ്ട്, ജന്മികളുണ്ട്, ഈ പറയുന്ന പോലെ 300 600 എന്നൊക്കെ പറയുന്ന ടീംസും എല്ലാവരും ഉണ്ട്. ഇവരെല്ലാവരും കൂടെ എന്താ ചെയ്യുന്നത്? സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുകയും പരസ്പരം എല്ലാം വിഘടിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന, അതായത് ഇപ്പോൾ എന്താ പറയുക, ഐക്യത്തിൻ്റെ പേരിലെയും അതുപോലെ തന്നെ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും വർഗത്തിൻ്റെ പേരിലും എല്ലാ തരത്തിലുള്ള ഒരു വിഘടനം നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഈ ഒരു 17-ാം നൂറ്റാണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, അതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ നന്നായി പഠിക്കുക കേട്ടോ.
വിദേശ ശക്തികളുടെ ആധിപത്യം, അതൊരു കാരണം. 2, രാജാക്കന്മാർ തമ്മിലുള്ള അധികാരം, അതിനെ തുടർന്നുള്ള മത്സരം. അതായത് അധികാരമുണ്ട്, ആ അധികാരമുള്ള സമയത്ത് നീയാണോ ഞാനാണോ വലുതെന്നുള്ള തരത്തിലുള്ളൊരു മത്സരം അവർക്കിടയിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാമർത്ഥ്യമാണ് ആർക്കുള്ളത്? ചെറുകിട രാജാക്കന്മാർ, ചെറുകിട നാട്ടുരാജ്യങ്ങൾ ഉയർന്നു വരികയും അതുപോലെ തന്നെ ചെറുകിട നാടുവാഴികളെല്ലാം അവരവരുടെ അധികാരം വിനിയോഗിക്കുകയും ചെയ്യുന്നൊരു കാര്യം. അപ്പോൾ ഈ അധികാരത്തിൻ്റേതായിട്ടുള്ള വടംവലികളെല്ലാം നടക്കുന്നത് കൊണ്ട് നിരന്തര കലാപങ്ങളും നിരന്തര ക്രൂശിക്കലും ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു 17-ാം നൂറ്റാണ്ടുള്ളത്. 17-ാം നൂറ്റാണ്ടിന് വേറൊരു പ്രത്യേകതയുണ്ട്. വൈദേശികരായിട്ടുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരുമ്പോൾ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരെ നിർബന്ധപൂർവമോ അല്ലാതെയോ മതപരിവർത്തനം ചെയ്ത് ഒരു വലിയ സംഖ്യ ജനതയെ തന്നെ എന്ത് ചെയ്യാണ് തങ്ങളുടെ മതത്തിലേക്ക് ആനയിക്കുന്ന ഒരു പരിപാടി കൂടെ ഉണ്ട്. നിങ്ങൾക്കറിയായിരിക്കും പോർച്ചുഗീസുകാരുടെ വരവ്. പോർച്ചുഗീസുകാർ ആദ്യം ഒരു കച്ചവടക്കാരായിട്ടൊക്കെ വന്നു, അതായത് വാങ്ങാൻ വന്ന ആളായിട്ട് വന്നു, പിന്നെ കച്ചവടക്കാരായി മാറി. പിന്നീട് അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ഇവിടെ അധികാരം സ്ഥാപിച്ച് ഇവിടെ അവരുടെ കച്ചവടം വിപുലീകരിക്കാൻ തുടങ്ങി. പക്ഷേ പോർച്ചുഗീസുകാർ വന്ന് കച്ചവടത്തിൽ മാത്രമായിരുന്നില്ല ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പകരം എന്തായിരുന്നു? ജൂതന്മാരുടെ ദേവാലയങ്ങളും അതുപോലെ തന്നെ ജൂതന്മാരുടെ ഗ്രന്ഥശേഖരങ്ങളും ഒക്കെ തീയിട്ട് നശിപ്പിക്കുകയും തീരദേശത്തിലുള്ളവരെയും അല്ലാത്തവരെയും ഒക്കെ കണ്ണിൽ കാണുന്ന എല്ലാവരെയും നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഡച്ചുകാരിൽ നിന്നും കുറച്ചൊരു വിട്ട സമീപനമാണെങ്കിലും മതപരിവർത്തനത്തിൽ നടത്തുന്നതിൽ അവരും ഒട്ടും മോശക്കാരൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് ഈ നാട്ടുരാജാക്കന്മാർ അല്ലെങ്കിൽ നാടുവാഴികൾ വൈദേശികരുടെ ആധിപത്യത്തെ സമ്മതിച്ചു കൊടുക്കുകയും മറ്റൊരു ഭാഗത്ത് തങ്ങളുടെ കൊട്ടയിലേക്ക് ആപ്പിൾ നിറയ്ക്കുന്നത് പോലെ തങ്ങളുടെ മതത്തിലേക്ക് ആൾക്കാരെ ആനയിക്കുന്ന ഒരു പരിപാടി നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. 17-ാം നൂറ്റാണ്ടിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ഈ വടക്കം പാട്ട് ഒക്കെ പരാമർശിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം 17-ാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടമാണെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അതായത് ഈ പറയുന്ന കുടിപ്പക, അംഗം, പൊയ്ത്ത്, കളരി, അങ്ങനെ എന്താ പറയുക, ഈ പറയുന്ന വടക്കം പാട്ടിലുള്ള കഥാപാത്രങ്ങൾ നാടുവാഴികൾക്ക് വേണ്ടി കൊല്ലാനും ചാവാനും വേണ്ടി ജനിച്ച ചാവേറുകൾ മാത്രമാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് നാടുവാഴിത്ത വ്യവസ്ഥ എത്രമാത്രം ഭീകരമായിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത് എന്നുള്ളത്. ഈ കാലഘട്ടത്തിലാണ് ആര് ജീവിച്ചിരിക്കുന്നത്? പൂന്താനം ജീവിച്ചിരിക്കുന്നത്. പൂന്താനം നമ്പൂതിരിയാണ്. അദ്ദേഹത്തിന് സുഖങ്ങൾക്കോ സന്തോഷങ്ങൾക്കോ ഒരു കുറവുമില്ല. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? സ്വവർഗത്തിൽ തന്നെ നോക്കിയിരിക്കാതെ സമൂഹത്തിലേക്ക് നോക്കുകയും തൻ്റെ വർഗത്തിലുള്ള ആൾക്കാർ ഈ വക ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഒന്നും അറിയാതെ ജീവിക്കുകയും അതിൽ നിന്ന് ഭിന്നമായൊരു ജീവിതം മറ്റ് ജനതയ്ക്കുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ആ ബോധ്യത്തിൽ നിന്ന് കൂടെയാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം ഈ ഒരു കവിതകളിലേക്ക് വരുന്നത്. പൂന്താനത്തിൻ്റെ കവിതകളിൽ ഭക്തി മാത്രമല്ല, അതിന് ജനകീയമായിട്ടുള്ള ഒരു മാനം കൂടെയുണ്ട്, ജനകീയമായിട്ടുള്ള ഒരു തലം കൂടെ ഉണ്ട്. അതിലേക്കൊക്കെ നമ്മൾ കടക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇവിടെ നോക്കുക, ഈ പറയുന്ന വിദേശ ശക്തികളുടെ ആധിപത്യവും രാജാക്കന്മാർ തമ്മിലുള്ള മത്സരവും അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള നിരന്തര കലാപങ്ങളും ഒക്കെ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ജനജീവിതം വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന പൂന്താനം ജീവിച്ചിരുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. പലതരത്തിൽ വിഘടിച്ചു നിൽക്കുന്ന ജനതയെ ഒരുമിപ്പിക്കാൻ കവികൾ ഭക്തിയെ സ്വകൃതികളിലൂടെ ശക്തമായൊരു ആയുധമായിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങളുണ്ടല്ലോ, ഇതിനെല്ലാമുള്ള ഒരു പരിഹാരമായിട്ടായിരുന്നു അവർ ഭക്തിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നത്. പലതരത്തിൽ വിഘടിച്ചു നിൽക്കുന്ന ജനത ആരാണ്? ഈ പറയുന്ന പോലെ മതത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടവർ, അയിത്തത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടവർ, നിരക്ഷരരായിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ജാതിയിൽ, അതായത് ഈ പറയുന്ന എല്ലാ പ്രിവിലേജുകളും കിട്ടുന്ന ജാതിയിൽ നിന്ന് ഭിന്നമായിട്ടുള്ള ഒരു ജനതയാണ് ഈ പറയുന്ന സമൂഹത്തോട് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളോട് വിഘടിച്ച് നിൽക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത കാര്യങ്ങൾ ഒരു അടുത്ത ക്ലാസ്സിലായിട്ട് എടുക്കാം.